ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ചക്കരക്കഞ്ഞിയാണ് കേട്ടോ. ഞങ്ങളുടെ കാസർഗോഡ് സ്റ്റൈലിലുള്ള റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എല്ലാ നാട്ടിലും സെയിം ഇതുപോലെ തന്നെയാണോ എന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, സെയിം ഇതുപോലെയാണ് എല്ലാവരും ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ റൈസിൻ്റെതാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പുഴുക്കലരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ 2.5 കപ്പ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള പുഴുക്കലരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2.5 കപ്പ് എന്ന് പറയുമ്പോൾ 1/2 കിലോ റൈസാണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2.5 കപ്പ് റൈസിന് ഓൾമോസ്റ്റ് ഒരു 10 കപ്പ് 2ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുഴുക്കലരി ആയതുകൊണ്ട് ഒരു ഇച്ചിരി വേവ് കൂടുതലാണ്. ജീര റൈസ് നെയ്ച്ചോറിൻ്റെ അരി വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും ചേർത്ത് കൊടുക്കണമെന്നില്ല, ഒരു ഇച്ചിരി കുറക്കാട്ടോ. അപ്പോൾ പുഴുക്കലരിക്ക് നമ്മൾ 25% അരി എടുക്കുമ്പോൾ അതിലോട്ടൊരു 75% ഇതുപോലെ 2ാം പാൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ഒരു 1/4 കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു വിസിൽ വന്ന ശേഷം ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 4 or 5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റൈസ് കുക്കറിൽ വേണമെങ്കിലും അല്ലെങ്കിൽ അടുപ്പിലൊക്കെ വേവിച്ചെടുക്കാം. റൈസ് കുക്കറാകുമ്പോൾ നമുക്ക് വിചാരിക്കുന്ന അത്രയും വെന്ത് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രഷർ കുക്കറിൽ വെച്ചത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു വിസിൽ വന്ന ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല കുറച്ച് ഉടയുന്ന പരുവത്തിലൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ അടിക്ക് പിടിച്ചിട്ടുമില്ല. പിന്നെ നമ്മൾ വെള്ളം 2ാം പാലാണെങ്കിലും വെള്ളമാണെങ്കിലൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. 2ാം പാലെന്ന് പറയുമ്പോൾ നല്ലോണം ലൂസാക്കിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അടിക്ക് പിടിക്കാതെ നോക്കിയാൽ മതി. ഇനി ഇതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം 1/2 കിലോ ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് മതിയായിട്ടില്ല, മധുരം കുറവായിരുന്നു. പിന്നീട് ഞാൻ 1/4 കിലോ ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി 3/4 കിലോ ശർക്കരയാണ് കേട്ടോ. ഈ ഒരളവിന് നല്ല പാകത്തിനുള്ള മധുരമാണ്, കറക്റ്റ് മധുരമാണ് കേട്ടോ 3/4 കിലോ ശർക്കര 1/2 കിലോ റൈസിന്. അതുപോലെ ഞാനൊരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ശർക്കര ഫുള്ള് മെൽട്ടായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ശർക്കര പാനിയാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ശർക്കര ഒന്ന് മെൽട്ടായി വരട്ടെ. എന്നിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1ാം പാൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ടൊരു 2-3 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിയാണെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു നമ്മൾ ചേർക്കുന്ന ആ ഒരു ശർക്കരയിലൊക്കെ ഉപ്പുണ്ട്, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം, പാകത്തിനിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇനി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ അടിക്ക് പിടിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മുടെ ശർക്കരയൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പോളം 1ാം പാൽ എടുത്തിട്ടുണ്ട്, കുറച്ച് തിക്കായിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മൊത്തം 3 മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം 2 കപ്പ് 1ാം പാലെടുത്തു, പിന്നെ ബാക്കി ലൂസായിട്ട് 2ാം പാലും കൂടെ എടുത്ത് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായി മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇത് തിളച്ച് വരുമ്പോഴേക്കും കുറച്ച് തിക്കായിട്ട് വരും കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. പാകത്തിനുള്ള തിക്നെസ്, ഒരു കുഴഞ്ഞ് വരുന്നൊരു പരുവത്തിലായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ നല്ലോണം ഡ്രൈ ആക്കി എടുക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കറക്റ്റ് പാകത്തിനുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഇത് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതിയാക്കി എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ 2.5 കപ്പ് റൈസിന് 1/4 കപ്പ് റൈസ് എടുക്കാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ടും ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ കൂടുതലും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് പഴം ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുത്തില്ലാലും കുഴപ്പമില്ല, കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കടിക്കാനായിട്ട്. അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച നമ്മുടെ സാധാരണ കദളിപ്പഴം ചേർത്ത് കൊടുക്കാറുമുണ്ട്.
അപ്പോൾ ടേസ്റ്റൊക്കെ നോക്കട്ടെ. അപ്പോൾ നല്ല പാകത്തിന് ഉള്ള മധുരവും ഉപ്പും എല്ലാം പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്